ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. സിനിമകളുടെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വരാം. ലക്കി ഭാസ്കറും അതേപോലെ തന്നെ നമുക്ക് സൂക്ഷ്മദർശിനി ഈ രണ്ട് സിനിമകളുടെ കളക്ഷനിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. സൂക്ഷ്മദർശിനി ആദ്യ ദിനം നേടിയത് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് 1,31,00,000 രൂപയാണെങ്കിൽ രണ്ടാം ദിവസം 2,29,00,000, അതായത് 2,30,00,000 രൂപ എന്ന് തന്നെ പറയാം. അതായത് 2 ദിവസം കൊണ്ട് മാത്രമായിട്ട് സിനിമ 3,60,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത്. അതായത് ഏറെക്കുറെ 4 കോടിക്ക് മുകളിലാണ്. ഇന്ന് ഞായറാഴ്ച സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് അതിലും മുകളിലായിരിക്കും. അതായത് 768 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് 1,43,000 ജനങ്ങൾ കണ്ടപ്പോൾ 67% ഓക്യുപ്പൻസി. 50-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോസുകൾ സിനിമയ്ക്കുണ്ടായി. ഇന്ന് ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 2,32,00,000 രൂപയായിരുന്നു. ഇന്നലെ ഇതേ സമയത്ത് 1,58,00,000 രൂപ കിട്ടിയ സ്ഥലത്താണ് എന്ന് ഓർക്കണം. അതായത് ഫൈനലായിട്ട് ട്രാക്കേഴ്സ് പറയുന്നു 3,03,00,000 രൂപ ആയിരിക്കും ഇതിൻ്റെ കളക്ഷൻ ഇന്നത്തെ വരാനിരിക്കുന്നത്. അതായത് ഒരു ലോ ബഡ്ജറ്റിൽ വന്ന സിനിമയാണ്. അതായത് MC ജിതിൻ, നസ്രിയ ഫഹദ്, അതേപോലെ തന്നെ ബേസിൽ, സിദ്ധാർത്ഥ് ഭരത് ഇവരൊക്കെ ആണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന MC ജിതിനാണ്. ഈ ഒരു സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് കടക്കുകയാണ്. ലോ കോസ്റ്റിൽ വന്ന സിനിമ ഇതിനോടകം തന്നെ കേരള കളക്ഷൻ മാത്രമായി 8 കോടിക്ക് അടുത്തേക്ക് എത്തുകയാണ്. ട്രാക്കേഴ്സ് മുഖാന്തരം 6 കോടിയിലേക്ക് എത്തിയ സിനിമ ഇന്നത്തെ കളക്ഷൻ മാത്രം ഏകദേശം 3.5-3.25 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. വലിയ ഒരു സക്സസ് ആണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 10 കോടിയൊക്കെ എപ്പോഴേ കടന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ദുൽഖറിൻ്റെ ലക്കി ഭാസ്കറിലേക്ക് കടക്കുകയാണെങ്കിൽ സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. 25-ാം ദിനമാണ് ഇന്ന്. സിനിമ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ മുകളിലേക്കാണ് കളക്ഷൻ പോകുന്നത്. ഇന്നലെ ഇതേ സമയം അല്ലെങ്കിൽ ഫൈനലായിട്ട് വന്ന കളക്ഷൻ 13 കോടിയോളമായിരുന്നു. അതായത് ഏകദേശം 18-19 കോടിയോളമായിരുന്നു, 19 ലക്ഷം രൂപയോളമായിരുന്നു സിനിമയുടെ കേരള കളക്ഷനായിട്ട് വന്നിരുന്നത്. ഇന്ന് 152 ഷോകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു 22% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്നത് 12.25 ലക്ഷം രൂപയാണ്. അതായത് ഫൈനൽ ആയിട്ട് പ്രതീക്ഷിക്കുന്നത് 16 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ഇന്നലെ ഇതേ സമയത്ത് 9 ലക്ഷം രൂപയോളം വന്ന സ്ഥാനത്താണ് ഇന്ന് 12 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് സിനിമയ്ക്ക് 20 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുണ്ടാവും. കേരള കളക്ഷൻ 22 കോടിയിലേക്ക് എത്തുകയാണ്. മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് തമിഴ്നാട്ടിലൊക്കെ റെക്കോർഡ് കളക്ഷനാണ് ഇന്നത്തെ ദിവസം. അതായത് 16 കോടി കടന്ന് 17 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു ഇന്നലെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന അവാർഡ് സിനിമ. അതായത് കനി കുസൃതിയും ദിവ്യപ്രഭയും അഭിനയിച്ച സിനിമയാണ്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. ടോപ്ലെസ് ആയിട്ടുള്ള ദിവ്യപ്രഭയുടെ അഭിനയത്തിൻ്റെ കാര്യങ്ങളാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ വൈറലായത്. സിനിമ മികച്ച രീതിയിലാണ് കളക്ഷൻ പോകുന്നത്. അതായത് ഒരു അവാർഡ് പടമാണെന്ന് ആലോചിച്ചോളുക. വലിയ രീതിയിൽ ഇന്ത്യൻ അല്ലെങ്കിൽ മലയാള സിനിമയെ തന്നെ മുകളിലേക്ക് എത്തിച്ച സിനിമയാണ് വേൾഡ് വൈഡ് ആയിട്ട്. 28 ഷോകളാണ് ആദ്യ ദിവസം ഉണ്ടായിരുന്നെങ്കിൽ 1000-ന് താഴെ ആളുകൾ കണ്ടപ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ 1.5 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് വന്നത്. രണ്ടാം ദിവസം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ശനിയാഴ്ച 30ഓളം ഷോകളിൽ നിന്ന് 1000-ന് മുകളിൽ ആളുകൾ കണ്ടപ്പോൾ 2 ലക്ഷം രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നതെങ്കിൽ ഇന്ന് ഞായറാഴ്ച നമുക്കറിയാം ഈ ഒരു വൈറൽ കാര്യങ്ങൾ കൂടി എത്തിക്കഴിഞ്ഞപ്പോൾ 22 ഷോകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഏകദേശം 1,62,000 രൂപയാണ്. ഇന്ന് പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അതായത് 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇതുവരെ സിനിമയ്ക്ക് കളക്ഷൻ വന്നിരിക്കുന്നു. അതായത് ഏകദേശം 8-9 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.